സിറ്റിംഗ് എംഎൽഎമാർ ഉൾപ്പെടെ 31 പേരുടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകി കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി. ശനിയാഴ്ച ചേരുന്ന സമിതിയുടെ രണ്ടാം യോഗത്തിലാകും ശേഷിക്കുന്നവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക. 19 സിറ്റിംഗ് എംഎൽഎമാർ ആദ്യഘട്ട പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പെരുമ്പാവൂർ എംഎൽഎ എൽദോസ് കുന്നുപള്ളിയുടെ കാര്യത്തിൽ ശനിയാഴ്ച തീരുമാനമെടുക്കും. വട്ടിയൂർക്കാവിൽ കെ മുരളീധരനും കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയും കൊടുങ്ങല്ലൂരിൽ ഒ.ജെ. ജനീഷും കൊയിലാണ്ടിയിൽ കെ പ്രവീൺകുമാറും സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു. അതേസമയം എംപിമാർ മത്സരിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ടി.ജി. സജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത്? അനുശ്രീ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ചർച്ചകളാണ് കോൺഗ്രസിൽ. നേരത്തെ തന്നെ കോൺഗ്രസ് മുന്നൊരുക്കം നേരത്തെ ആരംഭിച്ചതാണ്. ഡൽഹിയിൽ ചർച്ചകളിൽ ഇതുവരെ നടന്ന പുരോഗതികൾ ഇങ്ങനെയാണ്. സിറ്റിംഗ് എംഎൽഎമാരിൽ 2 പേരുടെ കാര്യത്തിൽ മാത്രം അനിശ്ചിതത്വം തുടരുന്നു. അനുശ്രീ സൂചിപ്പിച്ചതുപോലെ അതിൽ ഒന്ന് പെരുമ്പാവൂരിലെ സിറ്റിംഗ് എംഎൽഎക്കും ഒപ്പം തന്നെ സുൽത്താൻ ബത്തേരിയിലെ IC ബാലകൃഷ്ണനുമാണ് ഈ 2 പ്രതിസന്ധിയുള്ളത്. ഇവർക്കെതിരെ നേരത്തെയും ചില ആക്ഷേപമുള്ളതിനാൽ തന്നെയാണ് എൽദോസ് കുന്നപ്പള്ളിക്കും ഒപ്പം തന്നെ IC ബാലകൃഷ്ണനും അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ മാറ്റിവെക്കുന്നത്. എന്തായാലും അത് ശനിയാഴ്ചയോടുകൂടി ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവും. ഇതിന് പുറമെ 13 പേരുടെ കാര്യത്തിലാണ് ഇപ്പോൾ ധാരണയുണ്ടായിരിക്കുന്നത് എന്നതാണ്. അതിൽ നേരത്തെ പുതിയതായി കടന്നു വരുന്ന പേരുകൾ കൊല്ലത്ത് അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ബിന്ദു കൃഷ്ണ തന്നെ മത്സരിക്കും. കഴിഞ്ഞ തവണ മത്സരിച്ച ബിന്ദു കൃഷ്ണ തന്നെ. മണലൂരിൽ TN പ്രതാപൻ തന്നെയായിരിക്കും. കെ മുരളീധരൻ, പ്രധാന മുഖമായ കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ തന്നെയായിരിക്കുമെന്ന് ഉറപ്പാണ്. തിരുവനന്തപുരം സീറ്റ് ഇത്തവണ കോൺഗ്രസ് മത്സരിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും വരുന്ന. അത് കോൺഗ്രസ് വലിയ തർക്കത്തിന് ഇടവയ്ക്കുന്നുണ്ട്. പക്ഷേ അവിടെ കോൺഗ്രസ് തന്നെ മത്സരിക്കില്ല. പകരം CMPക്ക് വിട്ടുകൊടുക്കാൻ തന്നെയാണ്. പകരം അരുവിക്കര സീറ്റായിരിക്കും VS ശിവകുമാർ നൽകുക. 13 യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഒ.ജെ. ജനീഷ് കൊടുങ്ങല്ലൂരിൽ. അങ്ങനെ 13 പുതിയ പേരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പട്ടികയ്ക്കാണ് ഇപ്പോൾ ധാരണയുണ്ടായിട്ടത്. ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ പ്രഖ്യാപനം വരാനിരിക്കുന്നു. എന്തായാലും നിലവിലുള്ള സിറ്റിംഗ് 2 പേരൊഴികെയുള്ള സിറ്റിംഗ് എംഎൽഎമാർക്ക് പുറമെ മറ്റ് 13 പേരിലാണ് ഇപ്പോൾ ധാരണയുണ്ടായിരിക്കുന്നത്. പക്ഷേ പാലക്കാട് ആരായിരിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതക്കുറവുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഇതിലേറ്റവും സസ്പെൻസായി നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ പട്ടികയിൽ MPമാർ മത്സരിക്കുമോ എന്ന കാര്യമാണ്. നമുക്കറിയാം 4-ലധികം MPമാർ മത്സര സന്നദ്ധരായി മുന്നോട്ട് വന്നിട്ടുണ്ട്. മത്സര താല്പര്യം അറിയിച്ചിട്ടുണ്ട്. അടൂർ പ്രകാശ് അതിൽ മുഖ്യ പേരുകാരനാണ്. കെ സുധാകരനുണ്ട്. ഒപ്പം തന്നെ കോഴിക്കോട് MP രാഘവനുണ്ട്. ഇവരടക്കമുള്ള മത്സരിക്കാൻ സന്നദ്ധ അറിയിച്ച് മുന്നോട്ട് വന്നിരിക്കാൻ താല്പര്യം അറിയിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നവർക്ക് എന്ത് നിലപാടെടുക്കുമെന്നതും കുഴയ്ക്കുന്ന വിഷയമാണ്. ഏതെങ്കിലും ഒരു MPക്ക് തന്നെയായ ഒരു ഇളവ് നൽകുക പ്രതിസന്ധി ഉണ്ടാക്കും. 1-ലധികം ആളുകൾ അങ്ങനെയെങ്കിൽ മത്സര താല്പര്യം അറിയിച്ചു വരും. KC വേണുഗോപാൽ സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ മത്സരിക്കുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ആലപ്പുഴയിൽ KC മത്സരിക്കുമെന്ന സൂചനകളുണ്ട്. പക്ഷേ ഇത് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ആരും സ്ഥിരീകരിച്ചിട്ടില്ല. KC വേണുഗോപാലിന് തന്നെ ഇളവ് നൽകാനും കഴിയില്ല എന്നതാണ് സാഹചര്യം. കോന്നിയുടെ പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ട്, സാമുദായിക പരിഗണനകളൊക്കെ പരിഗണിച്ചുകൊണ്ട് അടൂർ പ്രകാശ് ഇളവ് ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം കെ സുധാകരൻ തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ തന്നെ ഉണ്ടായിരുന്ന ഒരു സൊല്യൂഷനായിരുന്നു തനിക്ക് നിയമസഭയിൽ മത്സരിക്കാൻ അനുമതി നൽകുമെന്ന കാര്യം. അതുകൊണ്ട് അതാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹവും രംഗത്തുണ്ട്. അപ്പോൾ MPമാർ മത്സരിക്കുമോ എന്ന കാര്യത്തിലെ തർക്കമൊഴിയുന്നില്ല, പ്രതിസന്ധി കഴിയുന്നില്ല എന്നതാണ് സാഹചര്യം. അതൊഴിച്ചു നിർത്തിക്കൊണ്ട് സിറ്റിംഗ് MLAമാരിൽ ഒക്കെ പുറമെ 13 പേരിലാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ പട്ടികയ്ക്ക് മാറ്റം വരാൻ ഇനിയും സാധ്യതയുണ്ട്. കാരണം കണ്ണൂരിലടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത ഇനിയും ഉണ്ടായിട്ടില്ല. ശരി സജിത്. സിറ്റിംഗ് MLAമാർ ഉൾപ്പെടെ 31 പേരുടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കാണ് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത് കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി. ശനിയാഴ്ച ചേരുന്ന സമിതിയുടെ രണ്ടാം യോഗത്തിലാകും ഈ ശേഷിക്കുന്നവരുടെ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുക എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. 19 സിറ്റിംഗ് MLAമാർ ആദ്യഘട്ട പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലും ശനിയാഴ്ചയായിരിക്കും വ്യക്തമായ ഒരു തീരുമാനമുണ്ടാവുക എന്നുള്ള കാര്യവും പുറത്തു വരുന്നുണ്ട്. വട്ടിയൂർക്കാവിൽ കെ മുരളീധരനും കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയും കൊടുങ്ങല്ലൂരിൽ ഒ.ജെ. ജനീഷും കൊയിലാണ്ടിയിൽ കെ പ്രവീൺകുമാറും ആയിരിക്കും സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നുണ്ടാവുക. അതേസമയം MPമാർ മത്സരിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ടി.ജി. സജിത്താണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.